കണക്കുകൾ പരിശോധിക്കും മനുഷ്യ. ശരി, അല്ലാതെ ബി ജെ പിക്ക് കുറഞ്ഞ വോട്ടുകളുമായിട്ട് എന്തിനാണ് ഒരു താരതമ്യം? അങ്ങനെ വേണോ? UDF തിളക്കമാർന്ന വിജയമാണ്. ലീഗിനാണെങ്കിൽ 27 22 സീറ്റും കിട്ടി. 63 സീറ്റുകളിൽ കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞു. അപ്പോൾ പിന്നെ അതിന്റെ തിളക്കം കുറയുന്നതായി പോകില്ലേ ഇപ്പോൾ ഈ ഒരു ഡീൽ കാര്യങ്ങൾ? BJPക്ക് ഇന്ന മണ്ഡലത്തിൽ ഇത്രയും വോട്ടുകൾ കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞതിനെ കാണേണ്ടതുണ്ടോ? അങ്ങനെ കാണേണ്ടതുണ്ടോ ശ്രീ മോഹൻ വർഗീസ്? അല്ല, നിങ്ങൾ അവിടെ മനുഷ്യ നമ്മുടെ ചർച്ച, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ പറയുന്നത്. ഇത് മൊത്തത്തിൽ പിണറായി വിജയനെതിരെയുള്ള ഒരു ജനവികാരമായിരുന്നു. അതിനവിടെ ഒരു ഡീലിന്റെയും ആവശ്യം, ഒരു ഡീൽ ആരോപണത്തിന്റെയും ആവശ്യം ഇല്ല. ഇത് പിണറായി വിരുദ്ധത അല്ലെങ്കിൽ പിണറായി വിജയന്റെ ചെയ്തികൾക്കെതിരെയുള്ള ഒരു ജനവിധിയായിരുന്നു. പിണറായിസം ഇവിടെ ഈ നാട്ടിൽ വേണ്ട, പിണറായി വിജയൻ ഇനി ഭരണത്തിൽ വേണ്ട എന്ന് ജനങ്ങൾ തീരുമാനിക്കുകയായിരുന്നു. അതാണ് ആ വിജയത്തിന്റെ തിളക്കം. ശ്രീ മോഹൻ വർഗീസ്. ശ്രീ പിണറായിസം എന്ന വാക്ക് യഥാർത്ഥത്തിൽ ഉപയോഗിക്കാമോ എന്നൊരു ചോദ്യം ശ്രീ ജേക്കബ് ജോർജ് സാറ് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ഉപയോഗിക്കാൻ എന്താണ് മടി? മാർക്സിസം എന്ന് പറഞ്ഞാൽ മാർക്സ് കണ്ട കമ്മ്യൂണിസം, മാർക്സിയൻ രീതികൾ എന്ന് പറഞ്ഞാൽ കാൾ മാർക്സ് ഉപയോഗിച്ച മെത്തേഡ്സ്. ലെനിനിസം എന്നതും ഒരു കമ്മ്യൂണിസമാണ്, മാവോയിസം എന്നതും ഒരു കമ്മ്യൂണിസമാണ്. അങ്ങനെയെങ്കിൽ പിണറായി വിജയൻ കേരളത്തിൽ പുലർത്തുന്ന ഒരു മാതൃക എന്ന് പറയുന്നത് കമ്മ്യൂണിസത്തിന്റെ പിണറായി വേർഷനാണ്. അതിനെ പലപ്പോഴും നമ്മൾ വിവക്ഷിക്കുന്നത് ചങ്ങാത്ത മുതലാളിത്ത ഘടനയോട് ചേർത്തുകൊണ്ട് മറ്റു ചില രീതികൾ, സാധാരണഗതിയിൽ ഒരു പ്രൈവറ്റ് ക്യാപിറ്റൽ, മുതലാളിത്ത വിഭാഗം, അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പരമാവധി അടിസ്ഥാന വർഗ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. ഇത് മറ്റൊരു രീതിയിലേക്ക് കേരളത്തിലെ കമ്മ്യൂണിസം പോയി. അവിടെ യഥാർത്ഥത്തിൽ ഈ മാൻഡേറ്റിനെയൊക്കെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കുക? അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടി വരുന്നത് ഈ യഥാർത്ഥത്തിൽ കേരളത്തിൽ കമ്മ്യൂണിസത്തെ നെഞ്ചിലേറ്റുന്ന, കമ്മ്യൂണിസത്തിന് കേരളത്തിൽ പരിവർത്തനമുണ്ടാക്കാൻ കഴിയുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ എല്ലാം പിന്തുണ CPM, ഇപ്പോഴത്തെ CPM, അത് പിണറായിസ്റ്റ് ഒരു കാലഘട്ടമാണ്. ആ CPM ഉണ്ടാവുന്നില്ല എന്നതാണ്. അതുകൊണ്ട് കോൺഗ്രസിന്റെ വിജയത്തെ വില കുറച്ച് കാണേണ്ട. അവർക്ക് വോട്ട് പാർക്ക് ചെയ്യാൻ കഴിയുന്നത് BJPയിലേക്കല്ല, അവർക്ക് വോട്ട് പാർക്ക് ചെയ്യാൻ പിന്നെ കഴിയുന്നത് കോൺഗ്രസിലേക്കും UDFിലേക്കുമാണ്. അപ്പൊ അത് കോൺഗ്രസിന്റെ വിജയത്തെ നമ്മൾ വില കുറച്ച് കാണേണ്ടതില്ല. അതുപോലെ തന്നെയാണ് ഡീൽ എന്ന് പറയുന്നത്. കോൺഗ്രസ് പാർട്ടി എന്തിനാണ് ഡീൽ വിവാദം ഉയർത്തിക്കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ അത് തീർച്ചയായും ടു എൻഷുർ ദാറ്റ് ദർ ഈസ് ഇലക്ട്രൽ വിക്ടറി. അത് മലപ്പുറം ജില്ല, പാലക്കാട് മുതൽ വടക്കോട്ടുള്ള ജില്ലകൾ, മലപ്പുറം, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ ആ ഡീൽ ആരോപണത്തിന്റെ പ്രയോജനം UDFന് നന്നായി കിട്ടി. വയനാട് 3 സീറ്റുകളും ലഭിച്ചു. കോഴിക്കോട് ഒന്നൊഴികെയുള്ള 12 സീറ്റുകളും ലഭിക്കുന്നു. മലപ്പുറത്തെ 16 സീറ്റുകളും ലഭിക്കുകയാണ്. കണ്ണൂർ തന്നെ UDFന് മെച്ചപ്പെട്ട പ്രകടനം, പയ്യന്നൂരും തളിപ്പറമ്പ് ഉൾപ്പെടെ മെച്ചപ്പെട്ട പ്രകടനത്തിലൂടെ ജയിക്കാൻ കഴിയുന്നു എന്ന് പറയും. കാസർഗോഡ്, തൃക്കരിപ്പൂർ ഉൾപ്പെടെയുള്ള, ഉദുമ ഉൾപ്പെടെയുള്ള 4 മണ്ഡലങ്ങൾ ജയിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ന്യൂനപക്ഷങ്ങൾ, ഈ ഡീൽ ആരോപണത്തിലൂടെ ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസ് UDF സംവിധാനത്തിലേക്ക് സ്വാംശീകരിക്കപ്പെട്ടു. അവരുടെ ചിന്തകൾ അങ്ങനെ വന്നു. അത് സമർത്ഥമായി. ഇനിയാണ് VD സതീശന്റെ ഒരു റോളിലേക്ക് കൂടെ വന്നെങ്കിൽ മാത്രമല്ലേ ആ ചർച്ച കംപ്ലീറ്റ് ആകൂ. VD സതീശൻ അതിനൊരു ചാലക ശക്തിയായി പ്രവർത്തിച്ചു. VD സതീശൻ ഹൈന്ദവ ഭൂരിപക്ഷ വിഭാഗത്തിന്റെ കമ്മ്യൂണിറ്റി വിഭാഗങ്ങളായ NSS, SNDP സമുദായ നേതാക്കന്മാര് അവരെ പറയുന്ന പല കാര്യങ്ങളെയും അവഗണിച്ചു. തിണ്ണ നിരങ്ങാൻ പൂവില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ഭൂരിപക്ഷ സമുദായത്തെ അല്ല വിഷമിപ്പിച്ചത്, മറിച്ച് ചില സമുദായ ആചാര്യന്മാരെയും അല്ലെങ്കിൽ അവരുടെ പിടയാളുകളെയും മാത്രമാണ് അലോസരപ്പെടുത്തിയത്. ആ സമുദായങ്ങളുടെ ഉൾപ്പെടെ പിൻബലം നഷ്ടപ്പെട്ടില്ല എന്നുകൂടി ഓർക്കണം. ഒരു ഹിന്ദു ബാക്ക്ലാഷ് ഉണ്ടായിരുന്നു എങ്കിൽ ഒരുപക്ഷെ UDFന് ഇത്രയും തിളക്കമാർന്ന വിജയം കൈവരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നു. ന്യൂനപക്ഷങ്ങളെ അകന്നുപോയിക്കൊണ്ടിരുന്ന UDFൽ നിന്നും കാലാകാലങ്ങളിൽ അകന്നുപോയിക്കൊണ്ടിരുന്ന ന്യൂനപക്ഷങ്ങളെ, മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രത്യേകിച്ച് ചേർത്ത് പിടിക്കാൻ കഴിയുന്നു. ക്രൈസ്തവ ന്യൂനപക്ഷത്തിലേക്ക് ഒരു പാലം വളരെ മുൻപ് തന്നെ പണിതു. ക്രിസ്ത്യൻ പള്ളികളിൽ, ആരാധനാലയങ്ങളിൽ, അവരുടെ കൺവെൻഷനുകളിൽ ഒക്കെ തന്നെ പ്രാസംഗികനായി പോയ ഒരു ചിത്രം നമ്മുടെ മുമ്പിലുണ്ടല്ലോ, VD സതീശൻ. അത് ഒരു ക്രൈസ്തവ പ്രാർത്ഥനാ ഇടങ്ങളിൽ പോകുമ്പോൾ കൃത്യമായി പഠിച്ച് തന്നെ അവർ സംസാരിക്കുന്ന ഒരു പിണറായി, ഒരു VD സതീശൻ. അത് വേറെ ഒരു കോൺഗ്രസ് നേതാവും ചെയ്യാത്തൊരു കാര്യമാണ്. അന്ന് മുതൽ തന്നെ മിക്ക ഇടങ്ങളിലും പറയേണ്ടത് കൃത്യമായി പറയാൻ കഴിയുന്ന, പഠിച്ചു പറയാൻ കഴിയുന്ന ഒരു രീതിശാസ്ത്രം,
അങ്ങനെയാണ് വി.ഡി. സതീശൻ ഒരു സ്റ്റേബിൾ പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ് എന്നൊരു ഇമേജ് ഉണ്ടായത്. അത് കേവലം PR എക്സസൈസ് കൊണ്ട് ഉണ്ടാകുന്നതല്ല. അതുകൊണ്ടാണ് പറയുന്നത് ഗ്രൗണ്ട് വാസ്. അവന്റെ ക്രെഡിറ്റ് പൂർണ്ണമായും ഈ നെഗറ്റീവ് ഫാക്ടേഴ്സിന് കൊടുക്കേണ്ടതില്ല, ഡീലിന് കൊടുക്കേണ്ടതില്ല. കളം ഒരുക്കി തന്ത്രപരമായി വി.ഡി. സതീശൻ മുന്നിൽ നിന്ന് നയിച്ചു. നിയമസഭയ്ക്കുള്ളിൽ ഹി വാസ് ആസ്കിംഗ് ദി റൈറ്റ് ക്വസ്റ്റ്യൻസ്. നിയമസഭയ്ക്ക് പുറത്ത് ആഞ്ഞടിക്കേണ്ടത് ആഞ്ഞടിച്ചു. മിസ്റ്റർ പിണറായി, താങ്കൾ എന്തുകൊണ്ട് നരേന്ദ്രമോദിയെ വിമർശിക്കുന്നില്ല എന്ന് ചോദിച്ചു. അത് രാഹുൽ ഗാന്ധി പിന്നീടാണ് ചോദിക്കുന്നത്. ആദ്യം ചോദിക്കുന്നത് വി.ഡി. സതീശനാണ്. അതുപോലെ കൃത്യമായി CPM-ന്റെ ഇരട്ടത്താപ്പ്, കമ്മ്യൂണിസ്റ്റ് രീതികളിൽ നിന്നുള്ള വ്യതിചലനം അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം പറഞ്ഞു. അത് കേരളം കാതോർത്തു. അതുകൊണ്ടാണ് വി.ഡി. സതീശനെ കേരള ജനതയുടെ, കാരണം കോൺഗ്രസുകാരുടെ അല്ല, ഈ കോൺഗ്രസ് നേതാക്കൾക്കുള്ളിൽ പൊതുസമൂഹത്തിൽ സ്വീകാര്യനായ മുഖമായി വി.ഡി. സതീശൻ വരുന്നത്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ ഒരു ഫാക്ടർ നമുക്ക് തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് ഈ നെഗറ്റീവ് ഫാക്ടേഴ്സ് കൊണ്ട് UDF വിജയം അടിച്ചെടുത്തു, അല്ലെങ്കിൽ സൂത്രത്തിൽ സംഘടിപ്പിച്ചെടുത്തതാണ് എന്ന് പറഞ്ഞാൽ അതല്ല. വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ എപ്പോഴും വി.ഡി. സതീശൻ ഞാൻ എന്ന് പറഞ്ഞ് നടന്നില്ല. ടീം UDF എന്നാണ് എപ്പോഴും പറഞ്ഞത്. അപ്പൊ അവിടെ അർഹമായ പ്രാതിനിധ്യം എല്ലാവർക്കും കൊടുത്തുകൊണ്ട്, അർഹമായ ഒരു ബഹുമാനം കൊടുത്തുകൊണ്ട് തന്നെയാണ്. എന്നാൽ നിലപാടുകൾ എടുക്കുമ്പോൾ കാർക്കശ്യത്തോടെ ദൃഢമായ നിലപാടുകൾ, ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ല, എന്റെ ചില ബോധ്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഉൾപ്പെടെ കൃത്യമായൊരു തീരുമാനമെടുത്തു. ആദ്യം വളരെ ബുദ്ധിമുട്ടുള്ള തീരുമാനമാണ്. വേറൊരു നേതാവായിരുന്നു തലപ്പത്തെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു തീരുമാനമാവില്ലായിരുന്നു. അവിടെ ജനം കമ്പയർ ചെയ്തു. CPM വി.ഡി. സതീശനും UDF-നും കോൺഗ്രസിനും ഒക്കെയുള്ള അംഗീകാരമായിട്ടാണ് താങ്കൾ ഇതിനെ കാണുന്നത്. പക്ഷേ ഇവിടെ ഒരു മറ്റൊരു ഫാക്ടറല്ലേ പ്രധാനമായിട്ടും ഉള്ളത്. പിണറായി വിജയനെതിരെയുള്ള ഒരു വികാരം പ്രതിഫലിച്ചു. അതാണ് വോട്ടായി മാറുന്നതിൽ കൂടുതൽ സഹായിച്ചത് എന്നുള്ളത്. അതിനോട് താങ്കൾ യോജിക്കുന്നില്ല അല്ലേ? അത് മുതൽ ശ്രീ മഞ്ജുഷ്, അത് മുതൽ പിണറായി വിജയനെതിരെയുള്ള വികാരമുണ്ട്. തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ, പിണറായിസത്തിനെതിരെ ജൈവികമായി തന്നെ ഉണ്ടായി വന്ന ഒരു പ്രതിഷേധമുണ്ട്. അത് CPM-നുള്ളിൽ തന്നെയായിരുന്നു പ്രതിഷേധം. അത് വെളിയിലേക്ക് വന്നപ്പോൾ അതിനെ സ്വീകരിക്കാൻ തന്ത്രപരമായ ഇടപെടലിലൂടെ അവർക്ക് ധൈര്യം പകർന്നുകൊണ്ട് അവരെ സ്വീകരിക്കാൻ കാട്ടിയ ആർജവം, അതൊരു കളക്റ്റീവ് ലീഡർഷിപ്പിനെയാണ്. വേണുഗോപാൽ, ശ്രീ KC വേണുഗോപാൽ തീർച്ചയായിട്ടും ഇടപെട്ടു. അത് വി.ഡി. സതീശനല്ല. യഥാർത്ഥത്തിൽ G. സുധാകരനെയൊക്കെ റൗണ്ട് അപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് തീർച്ചയായും മറ്റ് ഇടപെടലുകളുണ്ടായി. വി.ഡി. സതീശന്റെ മാത്രം ഇടപെടലല്ല. അപ്പൊ കളമൊരുക്കുന്നതിൽ, ജനങ്ങളുമായി സംവദിക്കുന്നതിൽ കൃത്യമായ ഒരു മേൽക്കൈ അല്ലെ വിജയം നേടാൻ വി.ഡി. സതീശൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് വി.ഡി. സതീശനെയാണ് പ്രതിപക്ഷത്തിലെ പ്രധാന മുഖമായി ജനം കാണുന്നത്. അത് രമേശ് ചെന്നിത്തലയെ അല്ല, അത് KC വേണുഗോപാലിനെ അല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കോൺഗ്രസിന്റെയും UDF-ന്റെയും ജയം. അത് മാത്രമല്ല മുസ്ലിം ലീഗുമായി. കാരണം വി.ഡി. സതീശൻ അങ്ങനെ ഒരു എല്ലാവരുമായിട്ട് ഇങ്ങനെ പോയി കമ്മ്യൂണിറ്റി, അങ്ങനെ ഒരു ഇമേജ് അല്ലായിരുന്നു മുൻകാലങ്ങളിൽ. പ്രതിപക്ഷ നേതാവായപ്പോൾ തന്നിൽ അർപ്പിതമായിരിക്കുന്ന ദൗത്യം എന്തെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ വി.ഡി. സതീശന് കഴിഞ്ഞു. അതെന്താണ് തന്നിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നത് അത് താൻ ചെയ്തിരിക്കും. കേരളത്തിൽ ന്യായം പറഞ്ഞിരുന്ന തെരഞ്ഞെടുപ്പ് ജയിക്കില്ല. അതിന് മതമേലധ്യക്ഷന്മാരുമായി ന്യായമായ ബന്ധമുണ്ടാക്കണം. ലീഗുമായുള്ള ബന്ധവും ശക്തമാണ്. ജേക്കബ് ജോർജ്, ഇപ്പോൾ ഈ 3 പേർ തമ്മിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് എന്ന രീതിയിൽ ചർച്ചകൾ മുറുകുന്ന ഈ സമയത്ത് ഒരാളെ കുറിച്ച് പറയുമ്പോൾ, അയാളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ അതിനെ ഒരു PR എക്സസൈസ് എന്ന രീതിയിൽ പോലും വ്യാഖ്യാനിക്കപ്പെടാം. പക്ഷേ ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞ കാര്യങ്ങൾ അത് ശരിയാണ്. ആ രീതിയിൽ തന്നെയായിരുന്നു വി.ഡി. സതീശൻ്റെ പ്രകടനം വന്നിരുന്നത്. പക്ഷേ ഇവിടെ ഈ തർക്കം മുറുകുമ്പോൾ വി.ഡി. സതീശൻ സ്വാഭാവികമായിട്ടുള്ള ചോയ്സായിട്ട് വരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ താങ്കൾക്ക് സംശയമില്ലേ? അല്ല, എനിക്ക് സംശയമുണ്ട്. പിന്നെ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, നമുക്ക് ഇവരെയൊക്കെ അറിയാമല്ലോ. ഇവരൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്നും എങ്ങോട്ടാണ് നീങ്ങുന്നതെന്നും എങ്ങനെയാണ് നീക്കം നടത്തുന്നതെന്നും അടുത്ത കാര്യങ്ങൾ എങ്ങോട്ട് പോകും എന്ന് നമുക്കറിയാം. നമ്മൾ എത്രയോ കാലമായി കോൺഗ്രസ് രാഷ്ട്രീയം വളരെ സൂക്ഷ്മമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ മോഹൻ വർഗീസ് സാർ പറഞ്ഞത് എനിക്കതിനകത്ത് പല അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെയുണ്ട്. പക്ഷേ ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു വിഷയം, ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഒരു തെരഞ്ഞെടുപ്പിന് ഒരു ജയിക്കുന്ന കക്ഷിക്കൊരു നേതാവുണ്ട്. അത് ചരിത്രത്തിൽ EMS നമ്പൂതിരിപ്പാട് അവിടെ മുതൽ ഇങ്ങോട്ട് എത്ര നേതാക്കന്മാരാണ് കേരളം അങ്ങോട്ട് സൃഷ്ടിച്ചെടുത്തത്, ചരിത്രത്തിലേക്ക് നിരത്തി വെച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.